സ്പോർട്സ് റേഡിയോ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 T20 വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു മാറ്റത്തിന്റെ പാതയിലാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി മുൻപിൽ കണ്ട് ഏകദിന ടീമിൽ മാറ്റങ്ങൾ വരുമ്പോൾ അടിമുടി മാറ്റമായിട്ടാണ് പുതിയ T20 ടീം വരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഗംഭീർ യുഗത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. കുറച്ചു കാലങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റിൽ പാർട്ട് ടൈം ബോളേഴ്സിന്റെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സച്ചിനും ഗാംഗുലിയും സേവാഗും യുവിയും റെയ്നയും കേദർ ജാദവും അടക്കം പാർട്ട് ടൈം ബോളർമാർ പല ഇന്ത്യൻ വിജയങ്ങൾക്കും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ചു കാലങ്ങളായി പ്രോപ്പർ 5 ബോളിംഗ് ഓപ്ഷൻ അപ്പുറം ഇന്ത്യൻ ക്രിക്കറ്റിൽ പാർട്ട് ടൈം ബോളേഴ്സിന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ പുതിയ സ്ക്വാഡ് പരിശോധിച്ചാൽ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ഗംഭീറിന്റെ പുതിയ ഇന്ത്യൻ ടീം ശ്രമിക്കുന്നുണ്ട്. ജഡേജയെ പോലെ ഒരു ഓൾറൗണ്ടറിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ റിയാൻ പരാഗ്, ഹർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, ശിവം ഡ്യൂബെ, അക്സർ പട്ടേൽ തുടങ്ങി ഒരു കൂട്ടം ഓൾറൗണ്ടർമാർക്ക് ഗംഭീറിന്റെ പുതിയ ഇന്ത്യൻ ടീമിൽ സ്ഥാനമുണ്ട്. താക്കൂറിനെ പരിഗണിച്ചില്ല എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. T20 വേൾഡ് കപ്പിന് ശേഷം T20യിൽ നിന്ന് വിരമിച്ച ജഡേജയെ എന്തുകൊണ്ട് ഏകദിന ടീമിൽ എടുത്തില്ല എന്നതിന് വ്യക്തമായ ഒരു കാരണം BCCI അറിയിച്ചിട്ടില്ല. വൈറ്റ് ബോളിൽ ജഡേജയുടെ ഭാവി പോലും ഇപ്പോൾ സംശയത്തിലാണ്. ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റൻ ഗില്ലാകുമെന്നാണ് ഈ ടീം സെലക്ഷൻ കാണിക്കുന്നത്. രാഹുലും അയ്യറും ടീമിലുള്ളപ്പോഴും വൈസ് ക്യാപ്റ്റനായത് ഗില്ല് തന്നെയാണ്. 3 ഫോർമാറ്റിലും ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങൾ നടത്തുന്നു എന്നതും ഗില്ലിന് അടുത്ത ക്യാപ്റ്റൻ പട്ടത്തിന് മുൻഗണന നൽകുന്നു. T20 വേൾഡ് കപ്പിലുണ്ടായിരുന്ന ചാഹൽ എന്തുകൊണ്ട് സ്ക്വാഡിൽ വന്നില്ല എന്നതും വ്യക്തമല്ല. ടീം ബിഷ്ണോയിൽ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ താരത്തിന് ഈ സീരീസിലെ പ്രകടനം നിർണായകമാണ്. ബുംറയ്ക്ക് റെസ്റ്റും ഷമിക്ക് പരിക്കും പറ്റി പുറത്തായ സാഹചര്യത്തിൽ ഹർഷിത് റാനയും ഖലീൽ അഹമ്മദും ടീമിലോട്ട് വരുന്നത് കഴിഞ്ഞ IPLൽ മികച്ച പ്രകടനം ഇരുവർക്കും നാഷണൽ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സഹായിച്ചു. ഇരുവരുടെയും പെർഫോമൻസ് ഈ ടൂർണമെന്റിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം തിരിച്ചു വരുമ്പോൾ ഗെയ്ക്വാദും അഭിഷേക് ശർമ്മയ്ക്കും ടീമിൽ സ്ഥാനമില്ലാതെ പോയത് വിമർശനങ്ങൾക്ക് വഴിവെച്ചുവെങ്കിലും ഇരുവർക്കും കൃത്യമായ അവസരങ്ങൾ വരും പരമ്പരയിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതൊരു മലയാളി ക്രിക്കറ്റ് പ്രേമിയെ പോലെയും സഞ്ജു ഏകദിന ടീമിൽ ഇല്ലാത്തത് നിരാശ സമ്മാനിക്കുന്നുണ്ട് എങ്കിലും ഏകദിനത്തിൽ രാഹുലും പന്തും വരുമ്പോൾ സഞ്ജുവിന് സ്ഥാനമുണ്ടാകില്ല എന്ന വസ്തുത മുൻപിലുണ്ട്. ഗംഭീർ യുഗം 27 മുതൽ തുടങ്ങുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. വിജയങ്ങളിൽ നിങ്ങളെ ഞങ്ങൾ വാഴ്ത്തിപ്പാടും, പരാജയങ്ങളിൽ ഞങ്ങൾ രൂക്ഷമായി വിമർശിക്കും. കാരണം ഇത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഗെയിം എനിമോർ, ഇറ്റ്സ് ആൻ ഇമോഷൻ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.